അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മോഷൻ പോസ്റ്റർ ഈസി ആയിട്ട് നമ്മളെങ്ങനെ ആഫ്റ്റർ എഫക്റ്റിൽ വെച്ച് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ മോഷൻ പോസ്റ്റർ ഒരു പോസ്റ്ററിൻ്റെ വീഡിയോ വെർഷനാണ് മോഷൻ പോസ്റ്റർ. നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു 2D പോസ്റ്ററിൽ എന്തൊക്കെ ഉണ്ടാവുമോ എലമെൻറ്റ്സ്, അതൊക്കെ നമ്മളൊരു മോഷൻ അതിനൊക്കെ ഒരു എഫക്റ്റ് കൊടുത്തിട്ട് മൂവ്മെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വെർഷനാണ് മോഷൻ പോസ്റ്റർ. ഈ മോഷൻ പോസ്റ്ററിൽ നമുക്ക് വീഡിയോ ക്ലിപ്പുകളും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റ് നമ്മൾ ഫോട്ടോഷോപ്പിൽ സെറ്റ് ചെയ്യുമ്പോൾ ഫയലിൽ അതിൽ നമുക്ക് ഫിലിം വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോഷോപ്പിൽ 1080 നല്ല ക്ലാരിറ്റി ആയിരിക്കും, അത് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു പ്രോജക്റ്റാണ് ഇത്. എന്നിട്ട് എന്താണോ നമ്മുടെ പോസ്റ്റർ, ഞാൻ ആ പോസ്റ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു സീ, പിന്നെ ഫോറസ്റ്റ് പോലെ ഒരു റോക്ക്, പിന്നെ ഒരു ബോട്ട്, പിന്നെ ക്യാരക്ടർ, ഫെൻസ്, പിന്നെ ഒരു റോക്ക്. അപ്പോൾ ഇതാണ് ഞാനൊരു പോസ്റ്ററായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റർ, അതായത് നിങ്ങൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഫാൻ മെയ്ഡ് പോസ്റ്ററുകളോ നിങ്ങളുടെ തന്നെ പോസ്റ്ററുകളോ വെഡ്ഡിങ് പോസ്റ്റേഴ്സോ എന്ത് തന്നെ ആയാലും അതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. എല്ലാ ലെയേഴ്സും നമ്മൾ റീനെയിം ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഏത് ലെയറാണ്, ഫ്രണ്ടിൽ ഏതാണോ എലമെൻറ്റ്സ് വേണ്ടത് അത് ഫ്രണ്ടിൽ വയ്ക്കുക. അപ്പോൾ എനിക്ക് ഇത് ആദ്യം വേണം, പിന്നെ ഫെൻസ്, അതിൻ്റെ ബാക്കിൽ ക്യാരക്ടർ, പിന്നെ ബോട്ട്, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സെറ്റ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്യുക. എന്നിട്ട് ആഫ്റ്റർ എഫക്റ്റിൽ അത് ഇമ്പോർട്ട് ചെയ്യാം. കോമ്പോസിഷൻ ഇത് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ എങ്ങനെയായിരുന്നോ ലേയേഴ്സ് അതിവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ക്യാമറ ആഡ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂവിൽ ക്യാമറ 200mm സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ നമുക്ക് ക്യാമറ കിട്ടും. അതോടൊപ്പം എല്ലാ ലേയേഴ്സിൻ്റെയും 3D, ഇവിടെ 3D എന്നുള്ളൊരു സംഭവമുണ്ട്, 3D ലെയർ ആക്കണം. ഇത് ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് വയ്ക്കാൻ മതി, 3D ആയി. ഇവിടെ 2 വ്യൂ എടുക്കുക. ഒരു ടോപ്പിലായിരിക്കും. അപ്പോൾ ടോപ്പിലാകുമ്പോൾ നമുക്ക് ക്യാമറ എവിടെയാണെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ക്യാമറ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ എല്ലാ ലേയേഴ്സും ഒരു സ്ഥലത്ത് തന്നെയാണ്. ഓക്കെ, നമുക്കത് അതിൻ്റെ പ്ലേസ്മെൻറ്റ് ചേഞ്ച് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ലെയർ എന്ന് പറയുന്നത് ഈ സീയുടെ ഇമേജാണ്. അപ്പോൾ നമ്മളത് ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക, സ്കെയിൽ ചെയ്യുക അതിനെ. അതേപോലെ ഫോറസ്റ്റ്,
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഓരോന്നിനും ബാക്കിലായിട്ട് നിൽക്കുന്നത് എല്ലാം. ഓക്കെ, ഇനി നമ്മൾ ക്യാമറ, ഈ വ്യൂ ഉണ്ടല്ലോ, നമ്മൾ ആക്റ്റീവ് ക്യാമറ തന്നെ വയ്ക്കാം. ഇവിടെ ക്യാമറ നമുക്ക് ചലിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഇതിൽ മോഷൻ ബ്ലർ എന്നുള്ള ഇതും നമ്മൾ ആക്റ്റീവ് ചെയ്ത് വയ്ക്കാം. കാരണം നമ്മൾ ക്യാമറ സൂം ചെയ്യുമ്പോൾ സ്മൂത്തായിട്ട് കാണാനാണ്. എന്നിട്ട് ക്യാമറയുടെ പൊസിഷൻ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പൊസിഷൻ കിട്ടും. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഒരു കീ ലെയർ വരും. ഒരു 5 സെക്കൻഡ് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ സൂം ഈ പൊസിഷനിൽ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ക്യാമറ ഇവിടെ നിന്ന് ഇവിടേക്ക് മൂവ് ആകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വരുന്നുണ്ട്. നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ അതുപോലെ സ്മൂത്തായിട്ട് മൂവ് ആകും. ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റേജിൽ നോക്കാം. അതായത് ഇപ്പോൾ ഒരു ക്യാരക്ടർ എന്നുണ്ട്, ഈ ക്യാരക്ടറിനെ നമുക്ക് ഇങ്ങനെ മൂവ് ആക്കാം, ഇങ്ങനെ ഓടിപ്പോകുന്ന പോലെ മൂവ് ആക്കാം. അതേപോലെ ഈ റോക്ക് ഫ്രണ്ടിലോട്ട് ഈ റോക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരുന്ന പോലെ ഒരു എഫക്റ്റ് കൊടുക്കാം. പിന്നെ ഇതിൽ വീഡിയോസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു സീന് എന്ന് വെച്ചാൽ ഒരു മഴക്കാറൊക്കെ പോലെയല്ല, അപ്പോൾ നമുക്ക് ഒരു ഇടിമിന്നൽ ഉള്ളൊരു വീഡിയോ എടുക്കാം. ഇവിടെ ഒരു പരുന്തിരിക്കുന്ന പോലെ, പരുന്ത് പറക്കണ പോലെ, ഫയർ കത്തുന്ന പോലെ, എല്ലാത്തിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ബ്ലാക്ക് സ്ക്രീനോ ഗ്രീൻ സ്ക്രീനോ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് ഏത് ലെയറിൻ്റെ ബാക്കിലാണ് അത് വരേണ്ടത് അത് നമുക്കിവിടെ. ഇപ്പോൾ ഈ ഒരു ഫയറിൻ്റെ വീഡിയോ ഉണ്ട്, നമുക്കത് കുറച്ച് സെലക്ട് ചെയ്തിട്ട് ആദ്യത്തെ റോക്കിൻ്റെ ബാക്കിലേക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ ഇടാം. അപ്പോൾ ഇതിവിടെ വന്നിട്ടുണ്ടാവുമല്ലോ. ഇതിന് മോഡ് സ്ക്രീനാക്കാം. നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു എഫക്റ്റ് കൂടെ കിട്ടി. അതുപോലെ ഇവിടെ പരുന്തിരിക്കുന്ന പോലെ. അപ്പോൾ ഞാൻ ഈ ഒരു മോഷൻ പോസ്റ്ററിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്ത് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. അത് ഓപ്ഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് ഒരു സീനിനനുസരിച്ച്. ഇപ്പോൾ ഒരു റോഡിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന് വെച്ചാൽ കാർ പാസ് ചെയ്യുന്ന പോലെ. ഇപ്പോൾ ഈ ഒരു സീനിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നും. ഇപ്പോൾ ഈ ഫെൻസിൽ ഒരു പരുന്തിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ പാറയിലിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ പാമ്പ് ഈ പാറയിൽ ഇങ്ങനെ, അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് സ്റ്റാർട്ട് ജസ്റ്റ് ക്യാമറ ഒരു സ്മൂത്തായിട്ട് മൂവ് ആകുന്ന പോലെ ആക്കാം. എന്നിട്ട് സഡനായിട്ട് ക്യാരക്ടറിലോട്ട് സൂം ചെയ്തു പോകുന്ന പോലുള്ള എഫക്റ്റ്. അത് നമ്മൾ എവിടെയാണോ ഇതിൻ്റെ എൻഡ് കീ ഫ്രെയിം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേഴ്സർ വെച്ചിട്ട് ക്യാമറ പൊസിഷൻ നമുക്ക് നല്ലോണം സൂം ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാം. അതുപോലെ ഇത് നമ്മൾ റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ നമുക്ക് സ്മൂത്ത് നമുക്ക് ഫീൽ ആവും. അപ്പോൾ നമ്മൾ ഈ ഒരു പോസ്റ്ററിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ എല്ലാവർക്കും ഇതുപോലുള്ള എഫക്റ്റ് സൂം ചെയ്തിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന പോലെയും ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പോസ്റ്ററാണ്. അതായത് ഒരു പോസ്റ്റർ ഏതാണോ സീന്,
ചിലപ്പോൾ ഫ്ലാറ്റ് മിനിമൽ പോസ്റ്റേഴ്സ് ആയിരിക്കും. മിനിമൽ പോസ്റ്റേഴ്സിന് മോഷൻ പോസ്റ്റർ ആരും ചെയ്യില്ല. പക്ഷെ എങ്കിലും എലമെൻസും ക്യാരക്ടേഴ്സും അതിനനുസരിച്ചുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ ആഫ്റ്റർ എഫക്റ്റ് ഒരു ബേസിക് അറിയുന്ന ആൾക്ക് ഇപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി, ഒരു ഐഡിയ എന്തായാലും ആൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കണ്ടതിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെഷനിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം. നന്ദി.